കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനി നമഃ. നമ്മൾ കിഷ്കിന്ധാകാന്ഡം 4-ാം സർഗത്തിലത്തെ 30-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. അപ്പോൾ നമ്മൾ ക്രിയാമാർഗോപദേശമാണല്ലോ ചെയ്യണത്. അപ്പോൾ അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ആഗമങ്ങളിൽ പറഞ്ഞത് അല്ലെങ്കിൽ അഗസ്ത്യ സംഹിതയിൽ പറഞ്ഞതിനെ അനുസരിച്ചുള്ള ദശാവരണ പൂജയൊക്കെ ചെയ്യിപ്പിക്കണം. ധൂപം, ദീപം, പലതരത്തിലുള്ള നൈവേദ്യം, നീരാജനം, അതൊക്കെ ശ്രദ്ധയോടുകൂടി നിത്യവും അതൊക്കെ ചെയ്തുകൊണ്ട് നിത്യവും പൂജിക്കണം. ഈശ്വരനായ ഭഗവാൻ പറയാണ്, ഈശ്വരനായിട്ടുള്ള ഞാൻ ആര് ശ്രദ്ധാപൂർവം എന്ത് സമർപ്പിച്ചാലും ഞാൻ സ്വീകരിക്കും. അപ്പോൾ എനിക്ക് ഇതൊക്കെ അർപ്പിക്കണം. ധാരാളം നൈവേദ്യങ്ങളും നീരാജനവും അതൊക്കെ എനിക്ക് ശ്രദ്ധയോടുകൂടി അർപ്പിക്കണം. മന്ത്രം നന്നായി അറിയുന്ന ആൾ ദിവസം തോറും വളരെ ശ്രദ്ധയോടുകൂടി വിധിപ്രകാരം ഹോമവും ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി 31. അഗസ്ത്യേനോക്തമാർഗേണ കുണ്ടേനാഗമവിത്തമ ജുഹുയാൻ മൂലമന്ത്രേണ പും സൂക്തേനാഥവാ ബുധ. ഇനി എന്താ പറയണറിയോ? അഗസ്ത്യ സംഹിത. അഗസ്ത്യേന ഉക്തമാർഗേണ കുണ്ടേന, അഗസ്ത്യനാൽ പറയപ്പെട്ട രീതിയിലുള്ള ഹോമകുണ്ഡത്തിൽ ആഗമവിത്തമ, ആഗമങ്ങൾ നന്നായി അറിയുന്ന ബുധ മീൻസ് നല്ല അറിവുള്ള ആള്, മൂലമന്ത്രേണ വാ, മൂലമന്ത്രം കൊണ്ടോ, അഥവാ പുംസൂക്തേന അല്ലെങ്കിൽ പുരുഷ സൂക്തം കൊണ്ടോ ജുഹൂയാത് ഹോമിക്കണം എന്ന്. അതായത് ഇതിന് മുമ്പത്തേൽ പറഞ്ഞുല്ലോ, മന്ത്രം നന്നായി അറിയുന്ന ആൾ ഹോമം ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പം ഇതിൽ പറയണത് എന്താ വെച്ചാൽ, അഗസ്ത്യ സംഹിതയിൽ പറഞ്ഞതിനെ അനുസരിച്ചിട്ട് അതിൽ പറയണ അളവിലും അല്ലെങ്കിൽ അതിൽ പറയണ അതേ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നിർമ്മിച്ച ഒരു ഹോമകുണ്ഡത്തിൽ ആഗമരഹസ്യമൊക്കെ നന്നായി അറിയണ ഒരു നല്ല വിദ്വാനായിട്ടുള്ള ഒരാൾ ഒന്നുകിൽ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുരുഷസൂക്തം, വേദത്തിലത്തെ പുരുഷസൂക്തം ജപിച്ചുകൊണ്ട് ഇതിൽ ഹോമം ചെയ്യണം. ഇത് ബ്രാഹ്മണർക്കുള്ള വിധിയാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ അറിയണവർക്ക് അല്ലെങ്കിൽ മൂലമന്ത്രവും പുരുഷസൂക്തമൊക്കെ ചെല്ലാൻ അറിയണവരോടാണ് പറയണത്. അറിയണവർ അഗസ്ത്യൻ്റെ സംഹിതയിൽ പറഞ്ഞ പ്രകാരം നിർമ്മിച്ച ഹോമകുണ്ഡത്തിൽ മൂലമന്ത്രം ചൊല്ലിയിട്ടോ പുരുഷസൂക്തം ചൊല്ലിയിട്ടോ ഹോമം ചെയ്യണം എന്ന് ഇതറിയണത്. സാധാരണ ഇതൊക്കെ ബ്രാഹ്മണർക്ക് അറിയുണ്ടാവുള്ളൂ. അത് ഇപ്പം ബ്രാഹ്മണർക്കുള്ളതെന്ന് പറയാം. അഗസ്ത്യേനോക്തമാർഗേണ കുണ്ടേനാഗമവിത്തമ ജുഹുയാൻ മൂലമന്ത്രേണ പും സൂക്തേനാഥവാ ബുധ. ഒന്നെങ്കിൽ മൂലമന്ത്രം അല്ലെങ്കിൽ പുരുഷസൂക്തം. ഇനി 32, 33. അഥ വൗപാസനാഗ്നൗ വാ ചരുണ ഹവിഷാ തഥാ തപ്തജാംബൂനദപ്രഖ്യം ദിവ്യാഭരണഭൂഷിതം ധ്യായേദനലമധ്യസ്ഥം ഹോമകാലേ സദാ ബുധഃ പാർഷദേഭ്യോ ബലിം ദത്വാ ഹോമശേഷം സമാപയേത്. അഥവാ ഔപാസനാഗ്നൗ വാ, അല്ലെങ്കിൽ ഔപാസനാഗ്നിയിൽ ആയാലും, അതായത് മറ്റേ അഗസ്ത്യ സംഹിതയിൽ പറഞ്ഞ പോലെയുള്ള കുണ്ഡം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, എല്ലാപ്പോഴും ഔപാസനാഗ്നി എപ്പോഴും കത്തണതാണ്. അതിൽ ഹവിഷ ചരുണ, ഹവിസായിരിക്കുന്ന ചരുകൊണ്ട് ജുഹുയാത് ഹോമിക്കണം. ഹോമകാലേ സദാ ബുധ, ഹോമകാലത്തിൽ എപ്പോഴും ഈ അറിവുള്ള വിദ്വാൻ തപ്തജാംബൂനദ പ്രഖ്യം, അതായത് ചൂടാക്കപ്പെട്ട സ്വർണം പോലെ, അതായത് തപിക്കുന്ന നല്ല ചൂടായിട്ടുള്ള സ്വർണം പോലെ തിളങ്ങുന്നവനും ദിവ്യാഭരണഭൂഷിതം, ദിവ്യങ്ങളായ ആഭരണങ്ങളാൽ
അലങ്കരിക്കപ്പെട്ടവനുമായ എന്നെ മീൻസ് ഭഗവാനെ അനല മധ്യസ്ഥം ധ്യായേത്, ഈ തീയിൻ്റെ, ഈ കുണ്ടത്തിലുള്ള തീയിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്നവനായിട്ട് ധ്യാനിക്കണം. ഭഗവാനെ എങ്ങനെ ധ്യാനിക്കണം? ദിവ്യാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് സ്വർണം പോലെ മിന്നുന്ന ശരീരത്തോടു കൂടിയ ഭഗവാനെ ഈ ഹോമകുണ്ടത്തിന് തീയിൻ്റെ ഉള്ളിലുള്ളതായിട്ട് സങ്കല്പിക്കണം. പാർഷദേഭ്യ, പാർഷദന്മാരൊക്കെ ബലിം ദത്വ, ബലിയെ ദാനം ചെയ്തിട്ട് ഹോമശേഷം സമാപയേത്, ഹോമശേഷത്തെ സമാപ്തി വരുത്തണം. എങ്ങനെയാണ് പറഞ്ഞല്ലോ, പുരുഷസൂക്തം കൊണ്ട് ഹോമിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ അഗസ്ത്യ സംഹിതയിൽ പറഞ്ഞ പോലെയുള്ള ഹോമകുണ്ഡം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഹോമകുണ്ഡം ഇല്ലാതെ തന്നെ ഔപാസനാഗ്നിയിൽ തന്നെ, ഒരു വലിയ ഹോമകുണ്ടൊന്നും ഇല്ലാണ്ട് ഔപാസനത്തിന് വേണ്ടി അഗ്നി ജ്വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അഗ്നിയിലായാലും മതി. ഹവിസ്സാകുന്ന ചരുകൊണ്ട് ഹോമിക്കാം. ഹോമം ചെയ്യുമ്പോൾ എപ്പോഴും ചുട്ടുപഴുത്ത സ്വർണം പോലെ തിളങ്ങുന്നവനും ദിവ്യാഭരണം കൊണ്ട് ഭൂഷിതനുമായിട്ടുള്ള എന്നെ അഗ്നിയുടെ മധ്യത്തിൽ എന്നെ ഉള്ളതായിട്ട് ധ്യാനിക്കണം. അതിനുശേഷം എൻ്റെ പാർഷദന്മാർക്ക്, അതായത് ഭഗവാന്റെ പാർഷദന്മാർക്ക് ബലി ആദ്യം കൊടുക്കണം. ബലി കൊടുക്കണം. അതായത് ഭഗവാനെ ആദ്യം കൊടുത്തു. ഇത്ര നേരമൊക്കെ ഭഗവാനാണ് ഹോമിച്ചതേ. അത് കഴിഞ്ഞ് ഈ ഹോമം അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പേ എൻ്റെ പാർഷദന്മാർക്കും ഹോമിക്കണം, പാർഷദന്മാർക്കും ബലി സമർപ്പിക്കണം. എന്നിട്ട് ഹോമത്തിനെ അവസാനിപ്പിക്കണം എന്ന്. അതാണ് ഭഗവാൻ പറഞ്ഞത്. അഥവാ ഇനിയിപ്പോൾ അഗസ്ത്യ സംഹിതയിൽ പറഞ്ഞ പോലുള്ള ഹോമകുണ്ഡം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതുവരെ കത്തിക്കൊണ്ടിരിക്കുന്ന ഔപാസനാഗ്നിയുടെ മധ്യത്തിൽ സർവാഭരണഭൂഷിതനായിട്ട് സ്വർണം പോലെ തിളങ്ങുന്ന, ചുട്ടുപഴുത്ത സ്വർണം പോലെ തിളങ്ങുന്ന എന്നെ ധ്യാനിച്ചുകൊണ്ട് എൻ്റെ പാർഷദന്മാർക്കും കൂടിയും ബലി അർപ്പിച്ച ശേഷമേ ഹോമത്തിന് സമാപ്തി വരുത്താവൂ എന്ന് പറയാണ്. അഥവാ ഉപാസനാഗ്നൗ വാ ചരുണാ ഹവിഷാ തഥാ തപ്തജാംബൂനദപ്രഖ്യം ദിവ്യാഭരണഭൂഷിതം ധ്യായേദനലമധ്യസ്ഥം ഹോമകാലേ സദാ ബുധഃ പാർഷദേഭ്യോ ബലിം ദത്വാ ഹോമശേഷം സമാപയേത്. അങ്ങനെ സമാപ്തി വരുത്തണം ഹോമത്തിനെന്ന് പറയുകയാണ്. അതായത് ഭഗവാന് ഇതുവരെ കൊടുത്തതൊക്കെ ഭഗവാനാണല്ലോ. അപ്പോൾ ഭഗവാന്റെ പാർഷദന്മാർക്കും കൂടി ബലി കൊടുത്തതിന് ശേഷമേ ഹോമം അവസാനിപ്പിക്കാവൂ എന്ന് പറയണം ഭഗവാൻ. 34, 35. അതായത് ഭഗവാൻ എന്തൊരു വാത്സല്യമാണ് പാർഷദന്മാരോട്. അതായത് ഭഗവാന്റെ പിന്നെ ഭഗവാനെ എപ്പോഴും ഇപ്പം ഈ നന്ദൻ, സുനന്ദൻ അവരൊക്കെ പാർഷദന്മാരാണ്. തതോ ജപം പ്രകുർവീതാ ധ്യായൻ മാം യഥവാക് സ്മരൻ മുഖവാസം ച താംബൂലം ദത്വാ പ്രീതി സമന്വിതഃ മദർത്ഥേ നൃത്യഗീതാദി സ്തുതി പാഠാദികാരയേത് പ്രാണമേ ദണ്ഡവത് ഭൂമൗ ഹൃദയേ മാം നിധായ ച. തഥാ യഥവാക് മീൻസ് അതിനുശേഷം അടക്കിയ വാക്കോടുകൂടിയവനും, അതായത് യഥവാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ച് മാം സ്മരൻ എന്നെ തന്നെ ധ്യാനിച്ച്, മാം സ്മരൻ ധ്യായൻ എന്നെ സ്മരിക്കുകയും ധ്യാനിക്കുന്നവനും ചെയ്യുന്നവനായിട്ട് ജപം പ്രകുർവീത ജപം ചെയ്യണം. അതായത് പിന്നെ ഒരക്ഷരം ഉരിയാടാതെ എന്നെ തന്നെ സ്മരിച്ച് എന്നെ തന്നെ ധ്യാനിച്ച് ജപിക്കണം എന്ന്. പ്രീതി സമന്വിത, പ്രീതിയോടുകൂടി മുഖവാസം താംബൂലം ച ദത്വ, മുഖം വാസനിക്കാനുള്ള വെറ്റിലയും അടയ്ക്കയൊക്കെ സമർപ്പിച്ചിട്ട് മദർത്ഥെ താംബൂലം സമർപ്പിച്ചിട്ട് മദർത്ഥെ എനിക്കായിക്കൊണ്ട്, അത് കഴിഞ്ഞിട്ട് താംബൂലം കൂടി കൊടുത്തതിന് ശേഷം എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് നൃത്തഗീതാദി സ്തുതി പാഠാദി കാരയേത്, നൃത്യം, ഗീതം, സ്തുതി ഇതൊക്കെ ചെയ്യുക. ഹൃദയേ മാം നിധായ, ഹൃദയത്തിൽ എന്നെ സ്ഥാപിച്ചിട്ട് ഭൂമൗ ദണ്ഡവത് പ്രണവത്, എന്നിട്ട് എന്നെ ദണ്ഡ നമസ്കാരം ചെയ്യണം. എന്താ പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഈ ഹോമം അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം
വാക്കിനെ അടക്കി ഹൃദയത്തിൽ എന്നെ തന്നെ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് കുറേ നേരം ജപിക്കണം. പിന്നെ സന്തോഷത്തോടു കൂടി എൻ്റെ മുഖം വാസനിക്കാനായിട്ട് എനിക്ക് താമ്പൂലം സമർപ്പിക്കണം. പിന്നെ എന്നെ പ്രസാദിപ്പിക്കാനായിക്കൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് നൃത്യവും ഗീതവും വാദ്യവും പുരാണ പാരായണവും ഒക്കെ ചെയ്യണം. അതിനുശേഷം എന്നെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് സാഷ്ടാംഗം 2 നമസ്കാരം ചെയ്യണം എന്നാണ് അവസാനം. ഭഗവാൻ എങ്ങനെയാണ് എന്നെ പൂജിക്കേണ്ടതെന്ന് പറയണം ഭഗവാൻ തന്നെ ലക്ഷ്മണനോടെ. തതോ ജപം പ്രകുർവീത ധ്യായൻ മാം യഥവാക്സ്മരൻ മുഖവാസം ച താംബൂലം ദത്വാ പ്രീതിസമന്വിത. താംബൂലം കഴിഞ്ഞിട്ടാണ് നൃത്യവും വാദ്യമൊക്കെ. ഈ ഷോഡശോപചാരത്തിലത്തെ ഒന്നാണ് താംബൂലം. അതേ നൃത്തവും ഗീതവും വാദ്യമൊക്കെ അതേട്ടോ. മദർത്ഥേ നൃത്യഗീതാദി സ്തുതി പാഠാദികാരയേത് പ്രണമേത് ദണ്ഡവത് ഭൂമൗ ഹൃദയേ മാം നിധായ ച. ഇനി അങ്ങനെ ദണ്ഡനമസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞുവല്ലോ. ഇനി 36, 37 ശിരസ്യാധായ മദ്ദത്തം പ്രസാദം ഭാവനാമയം പാണിഭ്യം അൽപദേ മൂർധ്നി ഗൃഹീത്വാ ഭക്തിസംയുതഃ രക്ഷമം ഘോരസംസാരാദിത്യുക്ത്വാ പ്രണമേൽ സുധീഃ ഉദ്വാസയേദ്യഥാ പൂർവം പ്രത്യഗ്ജ്യോതിഷി സംസ്മരൻ. ഭാവനാമയം മദ്ദത്തം പ്രസാദം, അതായത് ഭാവനാമയമായും എന്നാൽ നൽകപ്പെട്ടതുമായിരിക്കുന്ന പ്രസാദത്തെ ശിരസി ആധായ, ശിരസിൽ ധരിക്കണം. ആ പ്രസാദം ഞാൻ നൽകപ്പെട്ടതെന്ന് വിചാരിക്കണത്. പാണിഭ്യം 2 കൈകൾ കൊണ്ടും മൽപദേ മൂർധ്നി എൻ്റെ പാദങ്ങളെ തൊട്ട് ശിരസിൽ വയ്ക്കണം. ഭക്തി സംയുത ഗൃഹീത്വ ഭക്തിയുക്തനായി സുധി നല്ല ബുദ്ധിയോടുകൂടി ഘോര സംസാരാത്മാം രക്ഷ ഈ ഭയങ്കരമായ സംസാരത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഇതി ഉക്ത്വ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രണമേത് എന്നിട്ട് നമസ്കരിക്കണം. യഥാപൂർവം മുമ്പത്തെ പോലെ പ്രത്യക് ജ്യോതിഷി പ്രത്യേകാത്മാവിൽ സംസ്മരൻ നന്നായി സ്മരിക്കുന്നവനായിട്ട് ഉദ്വസിക്കണം. ഇനി എന്താ പറയണ വെച്ചാൽ എനിക്കായിക്കൊണ്ട് ഭഗവാൻ പുഷ്പം ചന്ദനം അങ്ങനത്തെ പ്രസാദത്തെ ഇതാ തന്നുന്നു എന്ന് വിചാരിക്കണം. എനിക്കായിട്ട് ഭഗവാൻ തന്നതാണ് ഈ ഭഗവാൻ തന്നെ ചൂടിയ പുഷ്പവും ഭഗവാൻ തന്നെ കുറിയിട്ട കുറിയുടെ ഒരു ചെറിയൊരു അംശവും ഭഗവാന് ചാർത്തിയ പുഷ്പത്തിൽ നിന്ന് ഒരു പുഷ്പവും എനിക്ക് ഭഗവാൻ തന്നെ തന്നു എന്ന് നമ്മൾ ഭാവന ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ സങ്കല്പിക്കണം. നമ്മൾ പ്രസാദം കിട്ടുമ്പോൾ ഭഗവാൻ തന്നെ എനിക്ക് തന്ന പൂവാണ്, ഭഗവാൻ തന്നെ ഭഗവാന്റെ മേലിൽ നിന്നെടുത്ത തന്ന പ്രസാദമാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രസാദത്തിനെ ശിരസിൽ ധരിക്കണം എന്നാണ്. എന്നിട്ട് 2 കൈകൊണ്ടും എൻ്റെ പാദങ്ങളെ സങ്കല്പിച്ചാൽ മതി. എൻ്റെ പാദങ്ങളെ തൊട്ട് ശിരസിൽ വെച്ചിട്ട് ഭഗവാനെ എന്നെ ഭയങ്കരമായിട്ടുള്ള ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഭക്തിപൂർവം നമസ്കരിക്കണം. അതാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക എന്ന് പറയണ, ബുദ്ധിമാനായിട്ടുള്ള ആൾ അത് ചെയ്യണം. അതിനുശേഷം തൻ്റെ ആത്മാവിൽ നിന്ന് ആവാഹിച്ച് ഈ പ്രതിമയിലോ അല്ലെങ്കിൽ പത്മത്തിലേക്കോ വിളക്കിലേക്കോ ആവാഹിച്ചുല്ലോ. ആദ്യം തൻ്റെ ഉള്ളിലുള്ള ശക്തിയെ ജ്വലിപ്പിച്ചു, ഉണർത്തി. അവനവൻ്റെ ഉള്ളിലുള്ള ഭഗവത് ചൈതന്യത്തിനെ ഉണർത്തിയിട്ട് ആ ചൈതന്യത്തിനെയാണ് പിന്നെ ഈ ഏത് പ്രതിമയാണോ ഏത് പത്മാണോ അല്ലെങ്കിൽ ഏത് വിളക്കാണോ ചിത്രമാണോ അതിലേക്ക് നമ്മൾ ആവാഹിച്ചിട്ടാണ് ഈ പൂജയൊക്കെ ചെയ്തത്. ഷോഡശോപചാര പൂജ മുഴുവനും ചെയ്തത് ആ ആവാഹിച്ച വിളക്കിലേക്കോ പ്രതിമയിലേക്കോ ചിത്രത്തിലേക്കോ ആണ്. ഇനി എന്താ ഇപ്പം ചെയ്യേണ്ടത് അവസാനം വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ആവാഹിച്ചതുപോലെ തിരിച്ച് അത് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ ആ ചൈതന്യത്തിനെ കൊണ്ടുവരണം. അതാണ് ആ സ്വന്തം ആത്മാവിൽ നിന്ന് ആവാഹിച്ചതുപോലെ തന്നെ
ആ ആത്മാവിൽ തന്നെ താൻ ലയിച്ചിരിക്കുന്നതായിട്ട് ഭാവിക്കണം. എന്നിട്ട് ഇതിനെയാണ് ഉദ്വാസം എന്ന് പറയുക. ആ ഭഗവാൻ തന്നിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ ആ ഭഗവാനിൽ ലയിച്ചു എന്ന് നമ്മളെ സങ്കല്പിക്കണം. അതാണ് ഉദ്വാസം. അതിനാണത്രേ വിസർജനം എന്ന് പറയുക. അതായത് സ്വന്തം ആത്മാവിൽ നിന്ന് ആവാഹിച്ചതുപോലെ തന്നെ സ്വന്തം ആത്മാവിൽ തന്നെ ഞാൻ ലയിച്ചിരിക്കണു എന്ന് വിചാരിക്കണം. അതായത് സ്വന്തം ആത്മാവെന്ന് ആ പ്രതിമയിലേക്ക് നമ്മൾ ആവാഹിച്ചുല്ലോ, അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കണം, ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മാവിൽ തന്നെ ഞാൻ ലയിച്ചിരിക്കുന്നു. ഞാനില്ല, ഞാൻ ആത്മാവായി, എനിക്ക് ദേഹാഭിമാനം തീരെ ഇല്ല, ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആ പരമാത്മാവ് തന്നെ ആയി തീർന്നിരിക്കുന്നു എന്ന് ഉള്ള ഭാവം വേണം. അതിനെയാണ് അത്ര ഉദ്വാസം അല്ലെങ്കിൽ വിസർജനം എന്ന് പറയണതേ. നമ്മളുടെ ചൈതന്യത്തിനെ എടുത്തിട്ട് പിന്നെ ഇതിലേക്ക് വെച്ചുല്ലോ, എന്നിട്ട് പൂജയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിനെ നമ്മൾ അകത്തന്നെ ആക്കിയിട്ട് ആ ആത്മാവിൽ, ആ ഭഗവാനിൽ നമ്മൾ ലയിച്ചു, അല്ലെങ്കിൽ ഞാൻ ഭഗവാൻ തന്നെ ആയി തീർന്നു, ഈ ദേഹമല്ല ഞാൻ എന്നുള്ള ആ ബോധം, അതിനെയാണ് അത്ര ഉദ്വാസം അല്ലെങ്കിൽ വിസർജനം എന്ന പേര്. അതും ചെയ്യണം പിന്നേന്ന്. അതാണ്. അപ്പോൾ ആദ്യം പുഷ്പം ചന്ദനമൊക്കെ ഭഗവാൻ തന്നതാണെന്ന് വിചാരിച്ചിട്ട് നെറ്റിമ്പിലും തലയിലൊക്കെ വെക്കണം. എന്നിട്ട് ഭഗവാനെ നല്ല ഭക്തിയോടുകൂടി എന്നെ ഈ ഭയങ്കരമായ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഭക്തിയോടെ നമസ്കരിക്കണം. അതിനുശേഷം ആണ് ഈ ഉദ്വാസം. അതായത് അങ്ങോട്ട് ആവാഹിച്ച പോലെ ഭഗവാൻ ആത്മാവിൽ, സ്വന്തം ആത്മാവിൽ തന്നെ ഞാൻ ലയിച്ചിരിക്കുന്നു എന്നുള്ള ഭാവം, അതാണ് ഉദ്വാസം അല്ലെങ്കിൽ വിസർജനം. അതും ചെയ്യണം. ശിരസ്യാധായ മദ്ദത്തം പ്രസാദം ഭാവനാമയം പാണിഭ്യം അൽപദേ മൂർത്തിനി ഗൃഹീത്വാ ഭക്തി സംയുതഃ രക്ഷമാം ഘോരസംസാരാദിത്യുക്ത്വാ പ്രണമേൽ സുധീഹി ഉദ്വാസയദ്യഥാപൂർവം പ്രത്യഗ്ജ്യോതിഷി സംസ്മരൻ. ഇനി 38. ഏവമുക്തപ്രകാരേണ പൂജയേദ്വിധിവദ്യതി ഇഹാമുത്ര ച സംസിദ്ധിം പ്രാപ്നോതി മദനുഗ്രഹാത്. ഏവം ഉക്തപ്രകാരേണ, ഇപ്രകാരം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ വിധിവത് പൂജയേദ്യതി, വിധി പോലെ പൂജിച്ചാൽ, മദനുഗ്രഹാത്, എൻ്റെ അനുഗ്രഹം കൊണ്ട്, ഇഹ അമുത്ര, ഇഹത്തിലും പരത്തിലും, സംസിദ്ധിം പ്രാപ്നോതി, സംസിദ്ധിയെ പ്രാപിക്കുന്നു. എന്താ പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പ്രകാരം വിധി പോലെ പൂജിക്കുകയാണെങ്കിൽ എൻ്റെ അനുഗ്രഹം കൊണ്ട് ഇഹത്തിലും പരത്തിലും സംസിദ്ധി പ്രാപിക്കും. വെച്ചാൽ എല്ലാ മംഗളങ്ങളും പ്രാപിക്കും എന്ന് പറയുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ. ഏവമുക്തപ്രകാരേണ പൂജയത് വിധിവദ്യതി ഇഹാമുത്ര ച സംസിദ്ധിം പ്രാപ്നോതി മദനുഗ്രഹാത്. 39. മദ്ഭക്തോ യതി മാമേവം പൂജാം ചൈവ ദിനേ ദിനേ കരോതി മമ സാരൂപ്യം പ്രാപ്നോത്യവ ന സംശയഃ. ഇനിയൊരു അഷ്വറൻസ് തരുന്നു, ഒരു ഉറപ്പ് തരുന്നു ഭഗവാൻ. മദ്ഭക്ത ദിനേ ദിനേ, എൻ്റെ ഭക്തൻ ദിവസം തോറും, ഏവം മാം പൂജാം കരോതി യതി, ഇപ്രകാരം എന്നെ പൂജിക്കുന്നു എങ്കിൽ, മമ സാരൂപ്യം പ്രാപ്നോതി, നിങ്ങൾക്ക് സാരൂപ്യമോക്ഷം കിട്ടും, എൻ്റെ സാരൂപ്യത്തെ പ്രാപിക്കുന്നു, നിശ്ചയം, ന സംശയം, സംശയമില്ല. ഇതുപോലെ ശ്രദ്ധാപൂർവം ഞാൻ പറഞ്ഞ പോലെ ഭക്തിയോടുകൂടി എന്നെ ഇപ്രകാരം എല്ലാ ദിവസവും പൂജിക്കുന്നു എങ്കിൽ എൻ്റെ സാരൂപ്യത്തെ അവർ പ്രാപിക്കും. മീൻസ് അവർ എന്നെപ്പോലെ ആയിത്തീരും, സാരൂപ്യമോക്ഷം കിട്ടും. ഞാൻ എങ്ങനെയാണ് കണ്ടാൽ ആ രൂപം അവർക്കും കിട്ടുന്നത്. അവർക്ക് സാരൂപ്യമോക്ഷം തന്നെ ലഭിക്കും എന്നതിൽ സംശയമില്ലയാണ്. ഞാനീ പറഞ്ഞ പോലെ ഭക്തിയോടുകൂടി വിധിപ്രകാരം ആരാണ് എന്നെ എന്നും പൂജിക്കുന്നത് അവർക്ക് സാരൂപ്യമോക്ഷം ലഭിക്കും എന്നുള്ളത് സംശയാതീതമാണ് എന്ന് പറഞ്ഞു ഭഗവാൻ. മദ്ഭക്തോ യതി മാമേവം പൂജാം ചൈവ ദിനേ ദിനേ കരോതി മമ സാരൂപ്യം പ്രാപ്നോത്യവ ന സംശയഃ. ഇനി 40. ഇദം രഹസ്യം പരമം ച പാവനം മയൈവ സാക്ഷാൽ കഥിതം സനാതനം
പഠത്യജസ്രം യദി വാ ശൃണോതി സ സർവപൂജാഫലഭാങ് സംശയ. ഈ ഫലശ്രുതിയും ഭഗവാൻ തന്നെ പറയണു. മയാ സാക്ഷാൽ ഏവാ കഥിതം, എന്നാൽ പ്രത്യക്ഷമായിട്ട് തന്നെ പറഞ്ഞപ്പെട്ട ഈ പരമപാവനം രഹസ്യം ച, ഇത്ര ഉത്കൃഷ്ടമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഈ രഹസ്യത്തിനെ യഹ യാതൊരുവൻ അജസ്രം പഠതി ശൃണോതി വാ യതി നിരന്തരം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സഹ അവൻ സർവപൂജാഫലഭാഗ് ഭവേത്, സർവപൂജാഫലങ്ങൾ ചെയ്തതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നവനായിട്ട്, സർവപൂജകളും ചെയ്യുന്ന ഫലത്തെ അനുഭവിക്കുന്നവനായിട്ട് ഭവിക്കും. സംശയമില്ല. ഞാൻ നേരിട്ട് തന്നെ നിന്നോട് പറഞ്ഞതും, ലക്ഷ്മണനോടെ ഞാൻ നേരിട്ട് തന്നെ നിന്നോട് പറഞ്ഞതും ഉത്കൃഷ്ടവും പരിശുദ്ധിയെ ജനിപ്പിക്കുന്നതുമായ അത്യന്തം രഹസ്യമായിട്ടുള്ള പണ്ടേ ആൾക്കാർ ആചരിച്ചു വരുന്നതുമായ ഈ ഒരു പൂജാവിധിയെ ആരാണ് നിരന്തരം കേൾക്കുകയെ ചെയ്യുന്നത്, അവന് നിത്യപൂജ ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം അവർക്ക് ലഭിക്കും, സംശയമില്ല എന്ന്. അതാണ് ഭഗവാൻ അതും പറയേണ്ടത്. ഇപ്പം ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ഈ പൂജാവിധി ആരാണ് ശ്രദ്ധയോടുകൂടി അത് വായിക്കേ പഠിക്കേ കേൾക്കേ ചെയ്യണ, അവർക്ക് ഈ പൂജ ചെയ്യണോണ്ടുള്ള ഫലം തന്നെ അവർക്ക് ലഭിക്കും. ഇതം രഹസ്യം പരമം ച പാവനം മയൈവ സാക്ഷാൽ കഥിതം സനാതനം ചാത്യജസ്രം യദി വാ, നിരന്തരം അതാണ് അജസ്രം, യദി വാ ശൃണോതിയ സ സർവപൂജാഫലഭാങ് സംശയ. ഇതെന്നും വായിക്കുകയും കീർത്തിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്താൽ ഈ പൂജ ചെയ്ത ഫലം തന്നെ ലഭിക്കും. ഏവം പരാത്മാ ശ്രീരാമ ക്രിയായോഗമനുത്തമം പൃഷ്ടപ്രാഹ സ്വഭക്തായ ശേഷാംശായ മഹാത്മനി. പരാത്മാ ശ്രീരാമ, പരമാത്മാവ് തന്നെയായിട്ടുള്ള ശ്രീരാമൻ പൃഷ്ട ചോദിക്കപ്പെട്ടവനായിട്ട്, അതായത് ലക്ഷ്മണൻ ചോദിച്ചുല്ലോ എങ്ങനെയാണ് വേണ്ടത്, അതിന് ചോദിക്കപ്പെട്ടവനായിട്ട് സ്വഭക്തായ തൻ്റെ ഭക്തനും ശേഷാംശായ ആദിശേഷൻ്റെ അംശാവതാരവുമായ മഹാത്മാവായ ലക്ഷ്മണനായിക്കൊണ്ട് അനുത്തമം ക്രിയായോഗം പ്രാഹ, അത്യുത്തമമായ ക്രിയായോഗത്തെ പറഞ്ഞു. എന്താ പറയുക വെച്ചാൽ അത് ഉപസംഹരിക്കുകയാണ്. പരമാത്മാവ് തന്നെയായ ശ്രീരാമൻ ലക്ഷ്മണൻ ചോദിച്ചതുകൊണ്ട് തന്നിൽ ഭക്തനും ആദിശേഷൻ്റെ അംശാവതാരവുമായ ആ മഹാത്മാവിനോട്, അതായത് ലക്ഷ്മണനോട് അത്യുത്തമമായ പൂജാമാർഗത്തെ ഇപ്രകാരം ഉപദേശിച്ചു എന്ന് ആണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് ഇതിപ്പോൾ ഈ ക്രിയാമാർഗോപദേശം കഴിഞ്ഞു. അപ്പം നമുക്ക് ഇന്നിവിടെ നിർത്താം. ഇനി നമുക്ക് 43 ഇനി എങ്ങനെയാണ് മുമ്പിലേക്ക് ഈ ശ്രീരാമൻ്റെ യാത്രയും ഒക്കെ എങ്ങനെയാണെന്നുള്ളതും ഇനി നമുക്ക് മുമ്പിലേക്ക് പോകാം. അതായത് ഇനി തുടരുന്നത് നാളെ ആവാം. അപ്പം ഞാൻ ഇവിടെ ഈ 42 കൂടി കഴിഞ്ഞ് നമുക്കിവിടെ നിർത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം ആധ്യാത്മരാമായണത്തിലത്തെ ക്രിയാമാർഗോപദേശം ഒന്ന് വായിക്കാം. മലയാളത്തിലാണല്ലോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അത് ഉള്ളിൽ റീഇൻഫോഴ്സ്ഡ് ആവും, കുറച്ചും കൂടി ഒന്നും കൂടി നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ വിസ്തരിച്ച് പറഞ്ഞുല്ലോ, ഷോഡശോപചാര പൂജ ഓൾമോസ്റ്റ് അതാണ് പറഞ്ഞത്. പിന്നെ പഞ്ചോപചാര പൂജയിലും മതി എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞു. പക്ഷേ വിസ്തരിച്ച് പിന്നെ വേദമന്ത്രം അറിയണവരാണെങ്കിൽ മൂലമന്ത്രവും പുരുഷ സൂക്തവും വെച്ച് ഹോമം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇനി അതൊന്നും പറ്റില്ല, അഗസ്ത്യ സംഹിതയിൽ പറഞ്ഞ പോലെ കുണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ വെറുതെ ഉപാസനാഗ്നിയിൽ ചെയ്താലും മതി, എല്ലാം സങ്കല്പമാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ അവസാനം പിന്നെ പാർഷിതന്മാർക്കും കൂടിയും ആയിട്ട് ഹോമം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമസ്കരിക്കണം, പ്രസാദം ചൂടണമൊക്കെ പറഞ്ഞ് നിർത്തി. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് നാളെ നമുക്ക് ക്രിയാമാർഗോപദേശം അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛൻ്റെ വായിച്ച് നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.